സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. മോളെ, താങ്ക് യു മമ്മ. നിനക്ക് ഉറക്കം തന്നെ ഇല്ലാതായില്ലേ? കിടന്നാലും എങ്ങനെ ഉറക്കം വരാനാ മമ്മ? ഈ കേസിൽ ജയിക്കാതെ എനിക്കിനി വിശ്രമമില്ല. ഞാൻ ഈ കേസിലെ ഡീറ്റെയിൽസ് നിന്നോട് ചോദിച്ചിട്ടില്ല. പറഞ്ഞു കേൾക്കുന്ന വിവരം അനുസരിച്ച് കേസിലെ മിക്ക സാക്ഷികളും കൂറുമാറി പ്രതിഭാഗത്ത് ചേർന്നു എന്നറിഞ്ഞത്. ആർക്കയുടെ വക്രബുദ്ധി, പ്രതി കോടീശ്വരന്. പിന്നെ അങ്ങനെ സംഭവിച്ചതിൽ അതിശയപ്പെടാനൊന്നുമില്ല. പ്രതിയുടെ അച്ഛൻ ചില്ലറക്കാരനല്ല. പല തെളിവുകളെ ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിക്ക് നീതി കിട്ടില്ലേ മോളെ? മമ്മ, എന്റെ കയ്യില് നിയോഗം പോലെ വന്നു ചേർന്ന ദൗത്യമാണ് ഈ കേസ്. പബ്ലിക് പ്രോസിക്യൂട്ടറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഓരോ പരിമിതിയുണ്ട്. എന്നാൽ ഈ കേസിൽ എനിക്ക് അദ്ദേഹത്തെ സഹായിച്ചേ പറ്റൂ. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരല്പ ആശ്വാസം പടരുന്നത് എനിക്ക് കണ്ടേ പറ്റും അമ്മ. ഇന്ന് നീ അവളെ കണ്ടോ? കണ്ടു. അവള് ആകെ തകർന്ന നിലയിലാണെങ്കിലും ഞാൻ കുറച്ചുനേരം അവളെ ആശ്വസിപ്പിച്ചു. എന്റെ വാക്കുകൾ അവൾക്ക് കരുത്തായിട്ടുണ്ട്. അവൾക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ലെന്നും ഈ ഭൂമി നമുക്കും ജീവിക്കാനുള്ളതാണെന്നും അവളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കേസിന്റെ വിജയത്തേക്കാൾ മുഖ്യം അതാണ്. നിലവിലെ അവസ്ഥ പ്രതിക്ക് അനുകൂലമായിക്കോട്ടെ, പക്ഷെ ആ കുട്ടിയെ വിട്ടുകളയാൻ നമുക്ക് പറ്റില്ല. തളർന്നു വീണാൽ നമ്മുടെ ദേഹത്ത് ചവിട്ടിപ്പോകാൻ 100 പേര് കാണും. എഴുന്നേറ്റ് നിൽക്കണം, പൊരുതണം. ഈ കേസിന്റെ വിധി എന്തായാലും അവളെ നമുക്ക് ചേർത്ത് നിർത്തണം. ആ പെൺകുട്ടി ധനപാലന്റെ ഓഫീസിലെ അക്കൗണ്ടന്റ് ആയിരുന്നു. എന്ത് ഭംഗിയാ അവളെ കാണാൻ. അവള് ചിരിച്ച് സന്തോഷം നടന്ന ആ ദിവസങ്ങള് ഞാൻ ഓർത്തുപോയി. എല്ലാം ഒരു കഴുകൻ നശിപ്പിച്ചു കളഞ്ഞു അല്ലേ മോളെ? വിരിഞ്ഞു ശോഭിക്കേണ്ട ഒരു ചെമ്പനീർ പൂവിനെ കശക്കി എറിഞ്ഞു. അവളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ചവിട്ടി മെതിച്ചു. അവൻ രക്ഷപ്പെടരുത്. ജീവിതത്തിന്റെ നല്ലൊരു കാലം അവൻ ജയിലിൽ തന്നെ കിടക്കണം. അവധി ദിവസം ആ മൃഗം കെണിയൊരുക്കി വെച്ച് അവളെ ഓഫീസിലേക്ക് വരുത്തിയതാ. സുധീർ എന്ന അവന്റെ പേര്. അച്ഛൻ ധനപാലൻ. മകൻ ചെയ്തതൊരു നേരം പോക്കായി കണ്ട് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക. കുറെ നാള് ആ പെൺകുട്ടി ഒന്നും പുറത്തു പറഞ്ഞില്ല. അവളുടെ ഒരു ടീച്ചറാ ആ സത്യം മനസ്സിലാക്കിയത്. അവിടെ നിന്നാണ് ഈ കേസ് ആരംഭിച്ചത്. ഭീഷണിയായും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് നാടകം ഇതിനകം അരങ്ങേറി കഴിഞ്ഞു. പീഡനത്തേക്കാൾ ഒരു പെണ്ണ് വേട്ടയാടപ്പെടുന്നത് പീഡിപ്പിക്കപ്പെടുന്നതിന് ശേഷമാണ്. എല്ലാം സഹിച്ചിട്ടും അവളെ മനസ്സിലാക്കാൻ ചിലർക്ക് കഴിയാതെ വരുമ്പോഴുള്ള ആ വേദന. അതെ മമ്മ, അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അവളെ താങ്ങി നിർത്തിയത് ആ ടീച്ചറാ. ഈ കേസ് തോറ്റ അവൾ ചിലപ്പോ ജീവിച്ചിരിക്കില്ല മമ്മ. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അവള് ജീവിക്കുന്നത് പോലും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണെന്ന്. അത് മറ്റു പെൺകുട്ടികൾക്ക് ധൈര്യം പകരുമെന്ന് അവള് പറഞ്ഞത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നത് എന്തിനാണെന്നൊക്കെ അവള് നിറ കണ്ണുകളോടെ എന്നോട് ചോദിച്ചു. നമ്മൾ സ്ത്രീകൾ അബലയോ ഇരയോ അല്ല, ധീരകളാണെന്ന് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു മമ്മ. അന്നേരം അവളുടെ കണ്ണുകളിൽ ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ആ വാക്ക് എന്റെ മോള് പാലിക്കണം. ആർക്കെയല്ല, ആര് വന്നാലും അടിപതറി പോവരുത്. കോടികളാകും ആർക്കയുടെ പ്രതിഫലം, അയാൾക്കത് കിട്ടരുത്. ഒരു പെണ്ണിന്റെ കണ്ണീരുപ്പ് കലർന്ന ആ പണം കൊണ്ട് അയാൾ എന്ത് ചെയ്യാനാ? അയാൾക്കൊരു മകളാണുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കുട്ടിക്കത് ഉപകരിക്കോ? ഒരിക്കലുമില്ല. മമ്മ, ഞാൻ ആർക്കയെ കോടതി മുറ്റത്ത് വെച്ച് കണ്ടു. അയാൾ പുച്ഛത്തോടെ എന്നോട് സംസാരിച്ചത്. അയാളെ കുറിച്ച് കുറെ അറിയാനും പഠിക്കാനും ഉണ്ടത്രേ. അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ ക്ലാര ആരാണെന്ന്. ഈ കേസിൽ നീ ജയിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. തോറ്റുപോകുമെന്ന് പുറത്തുള്ളവർ മുമ്പേ വിധി എഴുതിയ കേസിൽ എന്റെ മോള് ശക്തനായ ഒരു വക്കീലിനോട് ഏറ്റുമുട്ടി ജയിക്കുമ്പോ അതിന്റെ സന്തോഷം അമ്മയ്ക്കുണ്ട്. അതാ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, ആർക്കയെ മുട്ടുകുത്തിക്കുന്നതിന്റെ സന്തോഷം. അയാൾക്കൊരു മകളുണ്ടായിട്ടും ഒരു പെൺകുട്ടിയുടെ നീതി നിഷേധിക്കാൻ തയ്യാറായവൻ ജയിക്കാൻ പാടില്ല. ആർക്കെയും അറിയണം പെണ്ണിന്റെ കണ്ണീരിന്റെ വില. നിശബ്ദയായി ഒഴിഞ്ഞു പോകുന്നവളല്ല പെണ്ണെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. അതിനൊരവസരമാണ് നിനക്ക് കിട്ടിയത്. മമ്മ, മമ്മയുടെ വാക്കുകളാ ഇന്നും എനിക്ക് ശക്തി. ഇത് ഒരു പെണ്ണിന് വേണ്ടി മാത്രമുള്ള യുദ്ധമല്ല, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാ. ഈ യുദ്ധം ജയിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കും എനിക്കും ഉണ്ട്. നീ ജയിക്കുമെന്ന് മമ്മയ്ക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നീ തോറ്റുപോകുന്ന ഒരു ഘട്ടം വന്ന മമ്മ നിന്റെ കൈപിടിക്കാൻ വരും. പോയ കാര്യം എന്തായി? പറയാ സുബു. സുബുവിന് ടെൻഷനാക്കാതെ താൻ തന്നെ അങ്ങോട്ട് പറയടോ. തന്റെ നാവിൽ നിന്നല്ലേ അവൾക്കത് കേൾക്കാനുള്ളത്. പറ രാജേട്ടാ. പാറോടെ സുബു. അവള് റൂമിലാ. രാജേട്ടൻ എന്നെ ടെൻഷനാക്കാതെ കാര്യം പറ. ഞങ്ങളും അരവിന്ദും കൂടെ പോയി കല്യാണ തീയതി കുറിച്ചു. സത്യാണോ രമേട്ട? സത്യാണോ? പിന്നെ അതെ സുബു, ഈ മാസം 27-നാണ് പാറുമോളുടെ വിവാഹം. ഭാഗ്യത്തിന് അന്ന് നല്ലൊരു കല്യാണ മണ്ഡപം ഒഴിവുണ്ടായിരുന്നു. എല്ലാം ഈശ്വര നിശ്ചയം. പിന്നെ അവരാഗ്രഹിച്ച വിവാഹ മണ്ഡപം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. 11-നും 11:30 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കല്യാണം. സന്തോഷമായില്ലേ സുബു? പെണ്ണുകാണൽ കഴിഞ്ഞത് മുതല് നെഞ്ചില് തീയ. നേരെ നേർച്ചകൾ ഇനിയൊന്നുമില്ല. കല്യാണം തടസ്സമില്ലാത്തൊന്നും നടന്നാ മതിയായിരുന്നു. കേട്ടല്ലോ അവർക്ക്. പ്രാർത്ഥനയുടെ ക്രെഡിറ്റ് ദൈവത്തിന്. അപ്പൊ ഞങ്ങൾക്കൊന്നുമില്ലേ? എടോ, താനല്ലേടോ പെൺകുട്ടിയുടെ കാരണവർ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സ്വപ്നം പോലെ തോന്നുക. സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. അതാണ് ഈശ്വര നിശ്ചയം എന്ന് പറയുന്നത്. പാറുവിന് കല്യാണം നടക്കേണ്ട സമയമായി. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കുകയും ചെയ്തു.
രമനാഥ, പാറുവിന്റെ ജാതകം നോക്കിയിട്ടുള്ള ജ്യോത്സ്യര് പറഞ്ഞത് അച്ചട്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സമയത്ത് അവൾക്ക് ജോലിയും കിട്ടി. ഇപ്പൊ വിവാഹയോഗവും കൃത്യമായി വന്നു ചേർന്നു. ശരിയാ. അതെ, ചുരുങ്ങിയ സമയം കൊണ്ട് കല്യാണം വിളിച്ച് തീരുവോ? അതാ നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി. മണ്ഡപവും മുഹൂർത്തവും ഒന്നിച്ചു വന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വിവാഹ ക്ഷണമൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ആർക്കെ തന്നെ ഇറങ്ങി കല്യാണം വിളിക്കണമെന്നില്ല. വിവാഹ കത്ത് ഫോണിലൂടെ അയച്ചു കൊടുത്തിട്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി. പിന്നെ മെയിലും ചെയ്യാം. എല്ലാവരും ഇപ്പൊ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ വീടുകൾ തോറി കയറി ഇറങ്ങി കല്യാണം വിളിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഓ, പണ്ടൊക്കെയല്ലേ ഈ കല്യാണ ക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടം. എങ്കിലും നേരിൽ കണ്ട് ക്ഷണിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതാണ് ഉചിതം. എന്നാ വേണ്ടപ്പെട്ടവരെ നേരിട്ട് തന്നെ വിളിക്കണം. അതിനെ കുറച്ച് ദിവസമൊക്കെ വേണം. പിന്നെ എല്ലാത്തിനും ഓരോരുത്തരും ഏർപ്പാടാക്കിയാൽ മതി. വിവാഹ ദിവസം പെണ്ണുമായി നമ്മൾ മണ്ഡപത്തിലേക്ക് മാത്രം പോയാൽ മതി. കയ്യിൽ പണമുണ്ടെങ്കിൽ കല്യാണം നടത്താനാണോ പ്രയാസം? നീയേ പോയി പാറുവിനോട് വിവരങ്ങൾ സംസാരിക്കും. ഇനി വിവാഹത്തിന്റെ നാളുകളാ വരാൻ പോകുന്നത്. ചെല്ലേ. ആർക്കെ സുബുവിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ആർക്കെ താനൊന്ന് വന്നേ, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. വാ. എന്താ രാമനാഥ? എടോ, അല്ല, എന്റെ ഒരു ആശങ്ക കൊണ്ട് പറയുന്നതാണ്. അവരൊന്നും ചോദിച്ചില്ലെങ്കിലും അവരാഗ്രഹിച്ച ഗോൾഡും അവരുദ്ദേശിക്കുന്ന ബാങ്ക് ബാലൻസും തന്റെ കയ്യിലുണ്ടോ? അല്ല, തന്റെ എല്ലാ കാര്യവും അറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ. നരേന്ദ്രൻ പറഞ്ഞത് താൻ കാര്യാക്കണ്ട. എടോ, ഈ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ അപകടകാരിയാണ് ചോദിക്കാതെ എന്ത് കിട്ടും എന്ന് പല വഴിക്ക് അന്വേഷിക്കുന്നത്. അല്ല, എന്നാ പിന്നെ ഒരു സദസ്സിൽ വെച്ച് അവർ ചോദിക്കില്ല. എന്നാൽ കുടുംബമഹിമയും മറ്റൊരു മകന് കിട്ടിയ സ്ത്രീധനവും പറയുന്നത് അതൊരു മുന്നറിയിപ്പാ. അമ്പാടിക്കാരൊന്നും സ്ത്രീധനമായിട്ട് ചോദിച്ചിട്ടില്ല. അവർക്ക് നല്ല കുടുംബത്തിലെ ഒരു കുട്ടിയെ മതിയെന്നാണ് സുബ്ബുവിനോടും പാറുവിനോടും പറഞ്ഞിരിക്കുന്നത്. എന്നാ ഹേമാംബികയുടെ മനസ്സിലിരിപ്പ് നമ്മൾ രണ്ടാൾക്കൊല്ലേ അറിയാവൂ. അത് ശരിയാ. അല്ല, എന്റെ മനസ്സിലൊരു ആശങ്ക ഞാൻ പറഞ്ഞേ ഉള്ളൂ. തനിക്കെടുക്കാൻ പറ്റുന്ന ഭാരമാണോ എന്ന് ഒന്നുകൂടെ ആലോചിക്കണം. അല്ല, പിന്നീട് ഒരു പുനർചിന്തനത്തിനുള്ള അവസരമില്ല. എനിക്ക് ആണും പെണ്ണുമായുള്ളത് ഒരു മകളാ. അവള് നല്ല കുടുംബത്തിൽ നന്നായി ജീവിക്കണം. എനിക്കത്രയേ ഉള്ളൂ. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. അല്ല, ഈ അമ്പാടിക്കാർ വിചാരിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. നമ്മുടെ പാർവതിക്കത് സഹിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. താൻ സമാധാനായിരിക്കടും. ഈ കേസിന്റെ വിധി വന്നാൽ അമ്പാട്ടുകാരുടെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ നിൽക്കും ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. താൻ ധൈര്യമായിട്ടിരിക്കും. തനിക്ക് പേരുദോഷമൊന്നും വരില്ല. അല്ല, എന്റെ പേരുദോഷാണോ ഇവിടെ വലിയ കാര്യം? എന്നാ ശരി, സമാധാനത്തോടെ ഞാൻ പോവാം. നാളെ മുതലേ കല്യാണത്തിന്റെ തിരക്കിലോട്ട് അങ്ങോട്ട് കടക്കണം. ആദ്യം കല്യാണക്കുറി അടിക്കണം. മേട്ടർ താൻ അയച്ചു തന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് വേറെ ജോലിയും തിരക്കൊന്നുമില്ലല്ലോ. താനും ഒപ്പം ഉണ്ടാവണം. ഇനി ധനപാലന്റെ മകന്റെ കേസ് വിധിയാകാൻ പോവാ. ഞാൻ അതിന്റെ പുറകെ ആയിരിക്കും. എല്ലാം ഞാൻ രാമനാഥനെ ഏൽപ്പിച്ചിരിക്കാം. കല്യാണത്തിന് ഞാൻ മകളുടെ ഒപ്പം വിവാഹ മണ്ഡപത്തിൽ എത്തിയാൽ മാത്രം മതിയല്ലോ. ഓ, മതി മതി മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. താൻ വിഷമിക്കാതിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം. ഈ ആലോചന വന്നത് മുതല് എല്ലാ ശുഭലക്ഷണവും.
ഇനി എന്റെ മോള് സങ്കടപ്പെടരുത്. നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിക്കാൻ പോവാ. മോള് ഹാപ്പി ആയിട്ടിരിക്കണം. നിന്റെ അച്ഛൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. ഈ വിവാഹത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയാ പിന്നെ ഇങ്ങനൊരു ആലോചന വരില്ലെന്ന് മാത്രമല്ല, നിന്റെ മനസ്സ് അവന്റെ ചിന്തകളുമായി മുന്നോട്ട് പോകുമായിരുന്നു. ഭാരതി ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇനി നീ അവനെ കണ്ടെന്നു വരും. അവനുമായി സൗഹൃദം കൂടാൻ പോവരുത്. അവനേതോ പെണ്ണിനെ സ്നേഹിക്കുന്ന കാര്യം നിന്റെ അച്ഛൻ പറഞ്ഞതല്ലേ? നിന്റെ വിവാഹത്തിന് മുമ്പ് അവന്റെ വിവാഹം കഴിഞ്ഞാ നീ അതിന്റെ വേദനയിൽ ജീവിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഭാരതിയുടെ ആ മനോഭാവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലമ്മേ. അതാ എന്നെ അലട്ടുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഭാരതി. അവൻ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. എന്നെ എന്തിനാ ഭാരതി അകറ്റി നിർത്തിയെന്നുള്ള കാരണം എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നമ്മൾ എന്തിനാ അതൊക്കെ ആവർത്തിക്കുന്നേ? മനസ്സിൽ നിന്ന് അതൊക്കെ വിട്ടേക്ക്. ആവശ്യമില്ലാത്ത ഭാരം നീ ചുമക്കാൻ നിൽക്കണ്ട. ഭാരതിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് എനിക്കിത് പറ്റുന്നില്ല. എന്താ അവന് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദിച്ചിട്ട് ഒരേ ഒരു മറുപടി മാത്രമേ പറയുന്നുള്ളൂ. നീ അവനെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുന്നതാ പ്രശ്നം. ഒഴിവാക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്താന്ന് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആത്മാർത്ഥമായിട്ടാണ് ഭാരതി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും എനിക്കറിയില്ല. നീ ഒരു ടീച്ചറല്ലേ? അതിന്റെ പക്വതയെങ്കിലും നീ ഒന്ന് കാണിക്കും മോളെ. ഇനി ഇവിടെ ഭാരതി എന്നൊരു വാക്ക് നീ മിണ്ടരുത്. നിന്റെ വിവാഹം 27-ന് നടക്കും. ആ ചിന്ത മാത്രം നിന്റെ മനസ്സിൽ മതി. മനസ്സിൽ നിന്ന് അവനെ പടിയിറക്കി വിട്ടേക്ക്. പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് ഇനി നിനക്ക് വേണ്ടത്. അമ്മ ചെല്ല, ഞാൻ കുറച്ചേരം തനിച്ചിരിക്കട്ടെ. ഹലോ പാർവതി, ഇത് ഞാനാടോ, അരുൺ. അല്ല, താനെന്താ ഒന്നും മിണ്ടാത്തത്? തന്റെ നമ്പർ എങ്ങനെ എനിക്ക് കിട്ടിയെന്നാണോ പാർവതി ഇപ്പൊ ആലോചിക്കുന്നത്? അതൊക്കെ കിട്ടി. ആവശ്യക്കാരന് കിട്ടിയല്ലേ പറ്റൂ. പാർവതിയുടെ നമ്പർ എനിക്ക് രാമേട്ടൻ തന്നു. കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് സംസാരിക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പാർവതി ഇനി എൻ്റെ കൂടെ ഈ വീട്ടിലുണ്ടാകാൻ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ ഭാഗ്യം കൊണ്ട് കാര്യങ്ങൾ ഇതുവരെ എത്തി. കുറച്ച് തിടുക്കം കൂടിപ്പോയെന്ന് വീട്ടുകാർക്ക് കുറച്ച് അഭിപ്രായമുണ്ട്. ഭാഗ്യം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു പിന്നോട്ട് പോകണം? എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായിട്ടാണ് പാർവതിയെ ഞാൻ കാണുന്നത്. ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും പാർവതി ഒന്നും മിണ്ടുന്നില്ലല്ലോ, അതെന്താ? അടുത്ത അച്ഛനും അമ്മയുണ്ട്, ഞാൻ രാവിലെ വിളിക്കാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്.
വിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഞാൻ സങ്കടം ഭാവിച്ച് അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. എനിക്ക് വേണ്ടി നിന്നയാളാ എൻ്റെ അച്ഛൻ. ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ കുറച്ച് ലേറ്റസ്റ്റ് മോഡൽ ഞാൻ പാറുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ സെലക്ട് ചെയ്ത് കിട്ടിയാ നാളെ പ്രിന്റ് ചെയ്ത് കിട്ടും. അധികം കോപ്പികളൊന്നും വേണ്ട ആർക്കെ, അതിലൊന്ന് സെലക്ട് ചെയ്യാൻ താമോളോട് പറയണം. ഞാൻ സുബുനെ വിളിച്ചു പറയാം. അവരമ്മയും മോളും കൂടി സെലക്ട് ചെയ്യട്ടെ. പിന്നെ താൻ ഇവിടുത്തെ നമ്പർ 1 ഇവന്റ് മാനേജ്മെന്റ് വരെ കണ്ട് മുഴുവൻ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കണം. അല്ല, ഈവന്റ് മാനേജ്മെന്റ് വരെ കാണാൻ താൻ കൂടെ വന്നല്ലേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. എടോ, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. ആ പീഡന കേസിന്റെ അന്തിമ വിചാരണ വ്യാഴാഴ്ച. ആ വിചാരണ കഴിഞ്ഞാൽ ഉടനെ വിധി വരും. ജനങ്ങളും മീഡിയയും ഉറ്റുനോക്കുന്ന കേസല്ലേ. നമുക്ക് അനുകൂലമാണ് ഇപ്പൊ കാര്യങ്ങളെങ്കിലും ഉദാസീനത കാണിക്കാൻ പറ്റുമോ? ആ ധനപാലനാണെങ്കിലോ സ്വൈര്യം തരുന്നില്ല. അല്ല, പിന്നെ ഞാൻ ആ ക്ലാരയെ കുറിച്ച് അന്വേഷിച്ചു. അല്ല, അതിന് കാരണം മറ്റൊന്നുമല്ല. ആ ധനപാലിന്റെ പ്രലോഭനമാണല്ലോ തന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടല്ലേ അമ്പാടിക്കാരെ തൃപ്തിപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നത്. അല്ല, ഈ കേസിന്റെ വിജയസാധ്യത അറിയാനാണ് ഞാൻ ക്ലാരയെ തേടിപ്പോയത്. എന്നിട്ട് എന്താ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് പ്രകാരം ക്ലാര അവള് ചില്ലറക്കാരിയല്ല. സഹപ്രവർത്തകർക്കിടയിൽ അവളുടെ പേരെന്താണെന്നറിയോ എനിക്ക്? ഝാൻസി റാണി. ഝാൻസി റാണിയോ? അതെടോ, ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഝാൻസി റാണി എന്ന വിളിപ്പേര് കൂടെയുള്ളവർ അവൾക്ക് ചാർത്തി കൊടുത്തത്. അല്ല, അവളുടെ അമ്മയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ എന്നെ വന്ന് പരിചയപ്പെട്ടിരുന്നു. തിരുവല്ലയിലോ മറ്റോ ഉള്ളതാണ്. അവള് യുദ്ധം ചെയ്യട്ടെ, ആര് വേണ്ടെന്ന് പറയുന്നു? അല്ല, ഈ തിരുവല്ലക്കാരി അല്ലെന്ന് പറയുന്നവരുണ്ട്.